ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ. കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരുപാട് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. ചില പേഴ്സണൽ കാര്യങ്ങളും അവശതയും കാരണമാണ് ഇതുവരെ പോസ്റ്റൊന്നും ചെയ്യാതിരുന്നത്. അത് നിങ്ങളെ മുഷിപ്പിച്ചു എന്നറിയാം. അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? ആയില്യം കാവ് ഭാഗം 48. എന്നിട്ട് നീ എന്തു നേടി രാമ? നിന്റെ പദ്ധതികളെല്ലാം വിജയം കണ്ടിട്ടും നീ ആഗ്രഹിച്ചത് നേടാനായോ നിനക്ക്? വന്യമായ ഭാവത്തോടെ പറയുന്ന രാമനെ നോക്കി രക്കൻ പുച്ഛത്തോടെ ചോദിച്ചു. അത് കേൾക്കെ അയാളുടെ മുഖം വലിഞ്ഞു മുറുകാൻ തുടങ്ങി. രക്കൻ തന്നെ പരിഹസിക്കുകയാണെന്ന് അയാൾ ചിന്തിച്ചു. ഇല്ല, അവസാനം എനിക്ക് പിഴച്ചുപോയി. എന്റെ എല്ലാ പദ്ധതികളെയും തകർത്തുകൊണ്ടാണ്, എന്റെ എല്ലാ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും തകർത്തുകൊണ്ടാണ് നാഗമാണിക്യത്തിന് പൂജ ചെയ്യാനായി 2 പേർ അതിനകത്തേക്ക് കയറിയത്. അങ്ങനെയൊരു നീക്കം എതിർഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അതായിരുന്നു എനിക്ക് പറ്റിയ തെറ്റ്. 2 പൂജാരിണികൾ ഒരുമിച്ച് നിന്നാൽ എനിക്കെന്നല്ല ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരെയും പോലെ അവർ സാധാരണ മനുഷ്യരല്ലല്ലോ. അവർ തങ്ങളുടെ കടമകൾക്ക് ഭംഗം വരുമെന്നറിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ദൈവിക ശക്തികൾ ഉണരും. അങ്ങനെയുള്ള അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുക അസാധ്യം. അതുകൊണ്ടാണ് ചതിയിലൂടെ അവരെ 2 പേരെയും ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷേ അന്നങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായും ഞാൻ ആഗ്രഹിച്ചതുപോലെ ആ നാഗമാണിക്യം എന്റെ കയ്യിലെത്തിയെന്നെ. അതിലൂടെ ഞാനെല്ലാം നേടിയെടുത്തേനെ. ഞാൻ തോറ്റുപോയി. എന്നാലും എനിക്കറിയാമായിരുന്നു നാഗശാപം ഞങ്ങളുടെ തറവാട്ടിന് മുകളിൽ പതിച്ചിട്ടുണ്ടെന്ന്. അന്ന് ഞാൻ എനിക്കു വേണ്ടി മാത്രം രക്ഷയൊരുക്കി. അതുകൊണ്ടാണ് എന്റെ 2 അനിയന്മാരും നാഗദംശനത്താൽ മരിച്ചു വീണിട്ടും എനിക്കൊന്നും സംഭവിക്കാതിരുന്നത്. കാരണം അവർ ജീവിച്ചിരുന്നാൽ തറവാടും സ്വത്തുക്കളും ഞാൻ അവർക്ക് കൂടി പങ്കിട്ട് കൊടുക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും വേണ്ടല്ലോ. അനിയന്മാർ മരിച്ചതോടെ അവരുടെ ഭാര്യമാരും മക്കളും ഒഴിഞ്ഞുപോയി. അവർക്ക് തറവാട്ടിലെ ഒരു തരി മണ്ണ് പോലും വേണ്ടെന്ന്. ഒരുപക്ഷെ അവരത് ചോദിച്ചാലും ഞാൻ കൊടുക്കുമായിരുന്നില്ല. അവരെയും ഞാൻ ഇല്ലാതാക്കുമായിരുന്നു. ആർക്കും ഒരു സംശയവും വരാത്ത രീതിയിൽ. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയുമോ നിനക്ക്? ജീവിച്ചിരിക്കുന്നവരിൽ ആർക്കും അറിയില്ല എല്ലാറ്റിനും പുറകിൽ ഞാനാണെന്ന്. ആട്ടിൻ തോലിട്ട ചെന്നായ അതീ രാമനാണെന്ന്. അതും പറഞ്ഞുകൊണ്ട് രാമൻ ഉന്മാദിയെ പോലെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അതെനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഗോവിന്ദനെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിയത്. നിനക്കൊപ്പം നിന്നാൽ അവന്റെ ജീവനും നീ എടുക്കുമെന്ന് എനിക്കറിയാം. ഈ രക്കനൊരു ദുർമന്ത്രവാദിയാണെന്ന് മാത്രമേ എല്ലാവർക്കും അറിയൂ. പക്ഷേ അവർക്കാർക്കും അറിയാത്ത മറ്റൊരു സത്യമുണ്ട്. നീ ഒരുത്തനാണ് രാമ എന്നെ അങ്ങനെ ആക്കി തീർത്തതെന്ന്. നിന്റെ ചതിയായിരുന്നു എന്നെ എല്ലാവർക്കും മുന്നിൽ വെറുക്കപ്പെട്ടവനാക്കിയത്. സത്യത്തിൽ നിനക്കു വേണ്ടി ബലിയാടായവനാണ് ഞാനെന്ന്. എന്നിട്ടും നിന്നോടോ എന്നെ ആക്ഷേപിക്കുന്ന മറ്റുള്ളവരോടോ പ്രതികാരം ചെയ്യാൻ ഞാൻ ഇറങ്ങി പുറപ്പെട്ടില്ല. കാരണം ആഭിചാരമാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും എനിക്കതിലൊരു ധർമ്മമുണ്ട്. എനിക്കൊപ്പം കഴിവോ പാണ്ഡിത്യമോ ഇല്ലാത്ത ആരെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. എന്നിട്ടും ആളുകൾ എന്നെ അടിച്ചോടിച്ചു. അതിന് പുറകിലും നീയാണെന്ന് എനിക്കറിയാം. നിനക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനാകാൻ വേണ്ടി എന്നെ ഒരു അപരാധിയാക്കി നീ. എന്നിട്ടും നിനക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ രാമ. എല്ലാവർക്കും മുന്നിൽ നീയിപ്പോൾ വെറുമൊരു വട്ടപൂജ്യമല്ലേ. രക്കന്റെ വാക്കുകൾ രാമനെ വല്ലാതെ ക്രോധിതനാക്കി. അതേടാ, എന്നും നിന്നോടെനിക്ക് അസൂയയും ദേഷ്യവുമായിരുന്നു. എന്നെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതും ഏവർക്കും പ്രിയപ്പെട്ടവനും നീ മാത്രമായിരുന്നു. അതിനാണ് നിന്നെ ഞാൻ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തിയത്. ഇന്നുവരെ നിന്നെ എല്ലായിടത്തു നിന്നും ഒഴിവാക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ന് നിന്റെ ജീവനും ഞാൻ എടുക്കും. ഈ ഭൂമിയിൽ എനിക്കൊരു പ്രതിയോഗിയായി നീ ഇനി വേണ്ട.
വീണ്ടും കത്തിയുമായി രാമൻ രക്കന്റെ നേർക്ക് കുതിച്ചു ചാടി. കുറച്ചു സമയത്തെ മൽപ്പിടുത്തത്തിനൊടുവിൽ കത്തി രക്കന്റെ ഹൃദയത്തിലേക്കു തന്നെ തുളച്ചു കയറി. അടുത്ത നിമിഷം വിജയിച്ചവനെ പോലെ ചിരിച്ചുകൊണ്ട് രാമൻ ആ കത്തി അയാളുടെ ശരീരത്തിൽ നിന്നും വലിച്ചൂരിയതും രക്തം ചീറ്റിയൊഴുകാൻ തുടങ്ങി. അപ്പോൾ തന്നെ രക്കന് മനസ്സിലായി ഇനി തനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന്. മരണം തന്റെ കൈ പിടിക്കുന്നതിന് മുൻപേ ഗോവിന്ദനോട് രാമൻ ആരെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് അയാൾ ചിന്തിച്ചു. വീണ്ടും തന്റെ നെഞ്ചിലേക്ക് കത്തിയാഴ്ത്താൻ ശ്രമിക്കുന്ന രാമനെ എങ്ങനെയൊക്കെയോ തള്ളിമാറ്റി അയാൾ കുടിലിന് പുറത്തേക്കോടി. അകത്ത് നടക്കുന്നതൊന്നും അറിയാതെ രക്കൻ ഏട്ടനെ ഉപദ്രവിക്കുമോ എന്ന് ഭയന്നു നിൽക്കുന്ന ഗോവിന്ദന് മുന്നിലേക്കാണ് അയാൾ വന്നു വീണത്. ഒരു നിമിഷം തനിക്ക് മുന്നിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ തരിച്ചു നിന്നു ഗോവിന്ദൻ. ഗോവിന്ദ, നീ എന്നെ കേൾക്കണം. നിന്റെ ഏട്ടൻ രാമൻ നീയൊക്കെ ചിന്തിക്കുന്നത് പോലെ നല്ലവനല്ല. തുറച്ചു നോക്കിക്കൊണ്ട് നിശ്ചലനായി നിൽക്കുന്ന ഗോവിന്ദനു നേരെ കൈനീട്ടിക്കൊണ്ട് രക്കൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അയ്യോ മോനെ ഗോവിന്ദ, ഞാനിപ്പോൾ മരിക്കുമെടാ. ഒന്നിങ്ങ് ഓടിവാടാ, നിന്നെ ഒന്ന് കണ്ടിട്ട് വേണം എനിക്കെന്റെ പ്രാണൻ വെടിയാൻ. രക്കന്റെ അടുത്തേക്ക് ഇരിക്കാനായി തുടങ്ങിയതും കുടിലിനകത്തുനിന്ന് രാമന്റെ ദയനീയമായ ശബ്ദം ഗോവിന്ദൻ കേട്ടു. ഏട്ടൻ, എന്റെ ഏട്ടൻ എന്തോ പറ്റിയെന്ന് തോന്നുന്നല്ലോ. ഏട്ടാ! സഹോദരനോടുള്ള സ്നേഹത്തിൽ ഗുരുവിനെ മറന്നുകൊണ്ട് ഗോവിന്ദൻ കുടിലിനകത്തേക്ക് ഓടി. അയാൾക്ക് പുറകിലായി ഹരിയും. അവിടെ തറയിൽ കയ്യിലും നെഞ്ചിലും ചോരയൊലിപ്പിച്ച് കിടക്കുകയായിരുന്നു രാമൻ. അപ്പോൾ അയ്യോ ഏട്ടാ, ഏട്ടനിത് എന്താണ് പറ്റിയത്? ദേഹത്തെല്ലാം ചോരയാണല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അയാളോട് സംസാരിക്കാൻ പോകരുതെന്ന്. എന്നിട്ടും എന്റെ വാക്ക് കേൾക്കാതെ ഏട്ടൻ. എനിക്കു വേണ്ടി ഞാനിതെങ്ങനെ സഹിക്കും എന്റെ ദൈവങ്ങളെ, എന്റെ ഏട്ടൻ. അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഗോവിന്ദൻ തറയിലേക്കിരുന്നു. രാമന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. കരയല്ലേ, കരയല്ലേ ഗോവിന്ദ. എനിക്കൊന്നുമില്ല. നിന്നെ ഇവിടെ തനിച്ചാക്കി നിന്റെ ഏട്ടൻ മരിക്കില്ലടാ മോനെ. ആ രക്കന് എന്നെ അങ്ങനെയൊന്നും കൊല്ലാൻ കഴിയില്ല. ദയനീയമെങ്കിലും ദേഷ്യം കലർന്നിരുന്നു രാമന്റെ വാക്കുകളിൽ. എന്നാലും ഏട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അയാളോട് സംസാരിക്കാൻ പോകരുതെന്ന്. എന്നെ ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഏട്ടനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. എനിക്കിത് കാണേണ്ടി വരുമായിരുന്നു. കരഞ്ഞു തുടങ്ങിയിരുന്നു ഗോവിന്ദൻ. സാരമില്ലടാ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ അയാളോട് സംസാരിച്ചത്. പക്ഷേ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ ആ നീചൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ ഇത്രയും ക്രൂരനാണെന്ന് മനസ്സിലാക്കാതിരുന്നത് എന്റെ തെറ്റാണ് ഗോവിന്ദ. നിന്നോട് ഏട്ടനൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ അതെനിക്ക് സാധിച്ചു തരില്ലേ? വേദന കടിച്ചമർത്തിയാണ് രാമന്റെ ചോദ്യം. പറയേട്ടാ, ഏട്ടന് ഞാൻ എന്താണ് സാധിച്ചു തരേണ്ടത്? എന്താണെങ്കിലും ഞാനത് ചെയ്തു തരാം. ഒട്ടും ചിന്തിക്കാതെ ഗോവിന്ദൻ മറുപടി പറഞ്ഞു. അത് നിന്നോട് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഞാൻ ഇവിടെ നിന്ന് ജീവനോടെ തറവാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എനിക്കൊപ്പം നീയും വരണം. അല്ലെങ്കിൽ ഏട്ടൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അതാകുമ്പോൾ അവസാന ശ്വാസത്തിലും നിന്നെ എനിക്ക് കാണാമല്ലോ. അതു കേട്ടതും എന്തു പറയണമെന്നറിയാതെ ഗോവിന്ദൻ ഏട്ടനെ ദയനീയമായി നോക്കി. ഞാൻ നിന്നെ നിർബന്ധിക്കില്ല ഗോവിന്ദ. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. എന്നാലും എന്റെ അനിയൻ ധർമ്മസങ്കടത്തിലാകരുത്. അയാളെ അനുനയിപ്പിക്കാനുള്ള അവസാന ശ്രമം എന്നോണം രാമൻ പറഞ്ഞു. അരുതാത്തത് പറയല്ലേ ഏട്ടാ. ഏട്ടനൊന്നും സംഭവിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇപ്പോൾ വരാം. പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ അവിടെ നിന്ന് എഴുന്നേറ്റു. ഏട്ടനെ വിട്ട് പോകല്ലേടാ മോനെ. അവൻ നിന്നെയും ഉപദ്രവിച്ചാലോ? എനിക്ക് പേടിയാ. നീ ഇവിടെ എന്റെ അടുത്ത് തന്നെ ഇരിക്കി. രാമൻ ഗോവിന്ദന് നേർക്ക് കൈ നീട്ടി. ഇല്ല ഏട്ടാ, അയാൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അഥവാ എന്തിനെങ്കിലും ശ്രമിച്ചാൽ അയാളുടെ മരണം എന്റെ കൈകൊണ്ടായിരിക്കും.
വലിഞ്ഞു മുറുകിയ മുഖത്തോടെയാണ് ഗോവിന്ദൻ അത് പറഞ്ഞത്. വേണ്ടടാ, നീ ഒന്നിനും പോകേണ്ട. അവന്റെ യഥാർത്ഥ സ്വഭാവം നിനക്കിപ്പോഴും അറിയില്ല. എന്തു ചെയ്യാനും മടിയില്ലാത്ത ഒരുത്തനാണത്. അങ്ങനെയുള്ളവന് മുന്നിലേക്ക് പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ഏട്ടൻ ഭയക്കാതിരിക്കേ. ഞാൻ പറഞ്ഞില്ലേ, അയാൾ എന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ പോയി ഏട്ടന്റെ മുറിവിൽ പുരട്ടാനുള്ള എന്തെങ്കിലും പച്ചില മരുന്ന് കിട്ടുമോ എന്ന് നോക്കട്ടെ. ഹരി, നീയെങ്കിലും അവനെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേ. അവനോടിപ്പോൾ എങ്ങോട്ടും പോകരുതെന്ന് പറയേ. എനിക്ക് പേടിയാ. വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു രാമന്റെ സ്വരം. അയാളുടെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നത് ഭയമായിരുന്നു. തുടരും. അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കഥ ഏവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. രക്കനെ ആക്രമിച്ചത് രാമനാണ്. ആ നിലയ്ക്ക് രാമനെ എങ്ങനെയായിരിക്കും പരിക്കേറ്റത്? യഥാർത്ഥ വില്ലൻ തന്റെ ഏട്ടനാണെന്ന് ഗോവിന്ദൻ തിരിച്ചറിയുമോ? അറിയാനായി കാത്തിരിക്കില്ലേ? കഥ കേൾക്കുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തേക്ക് ഏവർക്കും വിട. നമുക്കിനി നാളെ കാണാം. ഏവർക്കും ശുഭരാത്രി, സുഖനിദ്ര.